ഹലോ, നമ്മൾ വീണ്ടും പോക്കിമോൻ എക്സ്പ്ലനേഷനുമായിട്ട് വന്നത്. ഇത് എപ്പിസോഡ് 28 അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ എപ്പിസോഡ്സ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതെല്ലാവരും പോയി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സീസർ സ്ട്രീറ്റ്, ഇവിടെ എന്തിനാണ് നമ്മൾ വന്നത് എന്ന് ചോദിക്കും ആഷ്. റോക്ക് പറയും, നീ കണ്ടോ? മിസ്റ്റി പറയും, ഇവിടെയാണെങ്കിൽ നല്ല നല്ല പോക്കിമോൺസിനെ പറ്റിയ ബ്യൂട്ടി പാർലേഴ്സ് ഉണ്ട്. എന്തിനാ ആഷും കൂട്ടുകാരും സീസർ സിറ്റിയിലൂടെ നടക്കുന്നത്? ഇതിൻ്റെ ഉത്തരമൊക്കെ വരണമെങ്കിൽ ഒരാൾക്ക് മാത്രമേ അറിയുകയുള്ളൂ, അതാണ് ബ്രോക്ക്. അല്ല ബ്രോക്ക്, നീ ഇവിടെ എന്തെങ്കിലും തപ്പിക്കൊണ്ടിരിക്കുകയാണോ? എനിക്ക് ഓർമ്മ വന്നു, ഈ സീസർ സ്ട്രീറ്റിനെ വിളിക്കുന്നത് തന്നെ ബ്രീഡേഴ്സ് ലാൻഡ് എന്നാണ്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായി നമ്മളെന്താ ഇവിടെയെന്ന്. ബ്രോക്കിന് പുതിയ ബ്രീഡർ ഗിയർ കാണാൻ തന്നെയാണ്. ബ്രോക്കിൻ്റെ ആഗ്രഹമാണ് ഒരു പോക്കിമോൻ ബ്രീഡർ ആവുകയെന്ന്. ആണ് എപ്പിസോഡിൻ്റെ പേര് എഴുതി കാണിക്കുന്നത് പോക്കിമോൻ ഫാഷൻ ഫ്ലാഷ്. നല്ല ബ്രീഡേഴ്സിൻ്റെ നല്ല ഷോപ്പുകൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ പോക്കിമോൺസിനെ ബ്യൂട്ടിഫുൾ ആക്കുന്ന ബ്യൂട്ടി പാർലേഴ്സും ഇവിടെയുണ്ട്. ഇവിടെയാണെങ്കിൽ പോക്കിമോൻ്റെ ബ്യൂട്ടി പാർലറിൻ്റെ ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ടാവും. അത് കണ്ട് മിസ്റ്റിക്ക് ഒരുപാട് ഇഷ്ടമാവും. അങ്ങനെ ആശയം കൊണ്ട് അതിൻ്റെ അടുത്തേക്ക് പോകും. അവിടെ പോക്കിമോനെ ഭംഗിയാക്കി കൊടുക്കുന്നത് വേറെ ആരുമല്ല, ടീം റോക്കറ്റ് ടീമാണ്. മിസ്റ്റി അതിൻ്റെ അകത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ബ്രോക്കിന് വേണ്ട ഷോപ്പ് ബ്രോക്ക് കാണുക. ഇവിടെയാണെങ്കിൽ ഒരു പെൺകുട്ടി ഉണ്ടാവും, ജാൻസി എന്ന പോക്കിമോനെ മസാജ് ചെയ്ത് കൊടുക്കുന്ന. ഈ പെൺകുട്ടിന്റെ പേരാണ് സൂസി. ഇവർക്ക് മിസ്റ്റി വോൾപിക്സ് എന്ന ക്യൂട്ടസ്റ്റ് പോക്കിമോനെ കാണുക. ഇതാണ് വോൾപിക്സ്. ഇത് ഫയർ ടൈപ്പ് പോക്കിമോനാണ്. ഇതിന്റെ വാലുകൾ ഭയങ്കര ക്യൂട്ടാണ്. ഇത് ഇവോൾവ് ആയാൽ ഇനിയും കൂടുതൽ വാലുകൾ ഉണ്ടാകും. എനിക്കിതിന്റെ മുടി ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനത്തെ മുടി ഉണ്ടായാലും മതി ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ ആ പോക്കിമോനെ മിസ്റ്റി എടുക്കും. പക്ഷെ ആ പോക്കിമോനെ അത് ഇഷ്ടമാവില്ല. ഹായ് സൂസി, എന്റെ പേര് ബ്രോ. കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് നിങ്ങളെപ്പോലെ ഒരു ബ്രീഡ് ആവണം. അല്ല, എനിക്ക് നിങ്ങളെപ്പോലെ നല്ലൊരു ബ്രീഡർ ആവണം. ബ്രോക്കനാണെങ്കിൽ സൂസിയോട് സംസാരിക്കാൻ ചില നാണമൊക്കെ ഉണ്ടാകും. സൂസി, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എന്നൊരു വിദ്യാർത്ഥിയെ നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറയും ബ്രോക്ക്. നീ തമാശ പറയുകയാണോ ബ്രോക്ക്? നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെന്ന് പറയും ബ്രോക്ക്. എൻ്റെ എല്ലാ സമയം ഈ ബ്രീഡിങ്ങിൽ തന്നെയാണ്, അതുകൊണ്ട് തന്നെ എനിക്കൊരു വിദ്യാർത്ഥിൻ്റെ ആവശ്യമില്ല ബ്രോക്ക്. അപ്പോൾ ആശു പറയും, പിന്നെന്താണ് അവളെ ഇത്രയും മികച്ച ബ്രീഡർ ആക്കി മാറ്റുന്നത്? അങ്ങനെ പറഞ്ഞ് ബ്രോക്കിന് ഇഷ്ടമാവില്ല. ദ വേൾഡ് പോക്കിമോൻ ബ്രീഡേഴ്സ് കോൺടെസ്റ്റിൽ കോൺസിക്യൂട്ടീവായി 3 വർഷം അവാർഡ്സുകളും ട്രോഫികളും സ്വന്തമാക്കിയ ഒരു ബ്രീഡറാണ് സൂസി. പോക്കിമോൻ ഫ്രണ്ട്സ് എന്ന മാഗസീനിൽ കൊടുത്തിട്ടുണ്ട് അവളാണ് ഏറ്റവും അറിയപ്പെടുന്ന ഒരു പോക്കിമോൻ ബ്രീഡർ എന്ന്. 4 വർഷമായി അവളുടെ അറിയപ്പെടുന്ന വെബ്സൈറ്റിലും ഒരു ദിവസം 10,000 ഹിറ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് മികച്ച ബ്രീഡർ എന്ന് വിളിക്കുന്നത് അല്ലേ? നിനക്ക് മനസ്സിലായോ? ഓക്കെ ബ്രോക്ക്, എനിക്ക് വ്യക്തമായി മനസ്സിലായി. അങ്ങനെ ഇവർ 4 പേരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പീക്കാച്ചുമുണ്ട്. പീക്കാച്ചു കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം ബ്രോക്ക് ഉണ്ടാക്കിയതാണ്. അങ്ങനെ അങ്ങോട്ട് വോൾപിക്സലും വരും. വോൾപിക്സലും ഫുഡ് എടുത്ത് കഴിക്കും. അങ്ങനെ വോൾപിക്സലിന് ആ ഫുഡ് ഇഷ്ടമാകും. അപ്പോൾ സൂസി പറയും, വോൾപിക്സലാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണമല്ലാതെ വേറെ ഭക്ഷണം ഇതുവരെ കഴിച്ചിട്ടില്ല. ഇപ്പോൾ ബ്രോക്കിന്റെ ഭക്ഷണവും ഇഷ്ടപ്പെട്ടു. ബ്രോക്കിന്റെ കുക്കിങ്ങിന്റെ ഫാനായി എന്ന് തോന്നുന്നു. ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നടന്നു വരുമ്പോൾ പോക്കിമോൺസിനൊക്കെ നന്നായി ഭംഗിയാക്കി ഫാഷനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് ചോദിക്കും മിസ്റ്റി. നിങ്ങളും ആ വലിയ പോസ്റ്റർ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? നിങ്ങൾ ആ മോശപ്പെട്ടതെന്നാണ് പറയുന്നത്? എല്ലാ പോക്കിമോൺ ട്രെയിനേഴ്സും അവരുടെ പോക്കിമോൺസിനെ ഒരുപാട് ഫ്ലാഷി ആക്കാൻ മാറ്റാൻ നോക്കും. നല്ലൊരു ബ്രീഡർ ആണെങ്കിൽ അവർ എപ്പോഴും ശ്രദ്ധിക്കുക ഓരോ പോക്കിമോൻ്റെയും ഇന്നർ സ്ട്രെങ്ത് കൂട്ടാനും അതുപോലെ അവരുടെ പേഴ്സണാലിറ്റി നന്നാക്കാനുമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവർ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്? പോക്കിമോന്റെ പുറം എങ്ങനെയായാലും എന്താ, അവരുടെ മനസ്സ് നന്നാക്കിയാൽ പോരെ. അപ്പോൾ ആശു പറയും, അത് ശരിയാണ്, ഇത് വെറുതെ നമ്മുടെയും പോക്കിമോന്റെയും സമയം വേസ്റ്റ് ആക്കാൻ. പക്ഷെ മിസ്റ്റിയുടെ നേരെ തിരിച്ചാണ്. മിസ്റ്റി പറയും, പുറത്തും കുറച്ച് ഭംഗിയൊക്കെ വേണമെന്ന്. അങ്ങനെ ആശും മിസ്റ്റിയും തമ്മിൽ തല്ലാകും. മിസ്റ്റിയാണെങ്കിൽ പീക്കാച്ചിനെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോൾ ആശു പറയും, നീ നിന്റെ സൈഡക്കിനെ കൊണ്ട് പോയാൽ മതി അങ്ങനെയാണെങ്കിൽ. അങ്ങനെ മിസ്റ്റിയും സൈഡക്കും അവിടുന്ന് പോകും. സൂസി പറയും, പുതിയ സലോനൊക്കെ വന്നുകൊണ്ട് തന്നെ എന്റെ മെത്തേഡ്സിനൊന്നും ഇപ്പോൾ വലിയ വിലയില്ല. നീ പോകുന്ന വഴി തന്നെയാണ് നീ വിശ്വസിക്കേണ്ടത് എന്ന് പറയും ബ്രോക്ക്. അങ്ങനെ സൂസിയുടെ അടുത്തേക്ക് കുറെ പേര് വന്നിട്ടുണ്ടാവും മസാജിന് വേണ്ടി. പോക്കിമോൻ ബാറ്റിലൊക്കെ ഇൻഷുറായ പോക്കിമോൻ ഇതുപോലെ തെറാപ്യൂട്ടിക് മസാജ് കൊടുത്താൽ കുറച്ചൊക്കെ സോൾവ് ആവും. അതുപോലെ തന്നെ പോക്കിമോൻസിന്റെ ടെൻഷനൊക്കെ കുറച്ചൊക്കെ റിമൂവും ആവും. ഇങ്ങനെ നിങ്ങളെ പോക്കിമോൻ നിങ്ങൾ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നല്ലൊരു പേഴ്സണാലിറ്റിയും ഉണ്ടാക്കാൻ പറ്റും. അടുത്ത കസ്റ്റമറെ വിളിക്ക്. യാവത്ത് നോക്കുമ്പോൾ പുറത്താണ് ഒരു കസ്റ്റമർ മാത്രം ഉണ്ടാവുകയുള്ളൂ. എന്നായാലും 10 ലക്ഷമായാലും ഇതൊരു വിഷയമല്ല, നീ കസ്റ്റമർ അകത്തേക്ക് വിടി. അങ്ങനെ അവരുടെ ലാസ്റ്റ് കസ്റ്റമറെ കണ്ട് അവർ പേടിക്കും. അവരാണ് ഈ കൊണ്ടുപോവുക പോക്കിമോനല്ല, പകരം മിസ്റ്റിയെ അകത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ മിസ്റ്റിയെ മേക്കപ്പ് ഇടുന്ന കണ്ട് മിയാവത്തിന് ഇഷ്ടപ്പെടില്ല. മിയാവത്ത് പറയും, അവളെ ഇവിടെ പിടിച്ചു വെക്ക്, നമുക്ക് പീക്കാച്ചിനാണ് വേണ്ടിയത്. അങ്ങനെ മിസ്റ്റിക്ക് എല്ലാം മനസ്സിലാവും ഇവർ ടീം റോക്കറ്റ് ആണെന്ന്. മിസ്റ്റിനെ അങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ മിസ്റ്റിക്ക് പേടിയാവും. അപ്പോൾ മിസ്റ്റി സൈഡക്കിനെ വിളിക്കും. പക്ഷെ സൈഡക്കിനെ അവിടെയൊന്നും കാണാനുണ്ടാവില്ല. സൈഡക്ക് അവിടുന്ന് ഓടി സൂസിയുടെ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടാകും. സൈഡക്ക് വന്ന് പീക്കാച്ചിക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ അവർ ഓടി ടീം റോക്കറ്റിന്റെ ഷോപ്പിലേക്ക് വരും. ഇവിടെയാണെങ്കിൽ മിസ്റ്റിയെ കെട്ടിയിട്ടുണ്ടാകും. ജെസ്സി പറയും, നിന്റെ പീക്കാച്ചി ഞങ്ങൾക്ക് തന്നാൽ ഇവിടെ നിങ്ങൾക്കും തരാം. അങ്ങനെ അവിടെ ഒരു പോക്കിമോൻ ബാറ്റിൽ നടക്കും. പീക്കാച്ചുവിന്റെ അറ്റാക്ക് ഒന്നും അവർക്ക് ഏൽക്കില്ല. പീക്കാച്ചുവിനും ജിയോഡിനെ ഡിഫീറ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് അങ്ങോട്ട് വോൾപിക്സ് വരിക. വോൾപിക്സ് ആണെങ്കിൽ ടീം റോക്കറ്റിനെ മൊത്തമായി ഡിഫീറ്റ് ചെയ്യും. നിങ്ങളിതൊക്കെ കണ്ടില്ലേ? ഒരു പോക്കിമോൻ വേണ്ടത് ഇന്നർ സ്ട്രെങ്ത് ആണ്, സത്യമായ ഒരു പേഴ്സണാലിറ്റിയും.
അങ്ങനെ സൂസി ഇവരോട് താങ്ക്സ് ഒക്കെ പറയും എല്ലാം ശരിയാക്കിയതിന്. സൂസി പറയും ഞാൻ എല്ലാം നിർത്തുകയാണ്, കാരണം എനിക്കിനിയും പോക്കിമോൻ ബ്രീഡിങ്ങിനെ കുറിച്ച് കുറേ പഠിക്കാനുണ്ട്. അതുകൊണ്ടൊക്കെ എനിക്കൊരു ചാമ്പ്യൻഷിപ്പ് ഉണ്ടെങ്കിലും ഞാനിപ്പോഴും ഒരു സ്റ്റുഡൻ്റ് ആണ്, ഞാനൊരു ടീച്ചറല്ല. അപ്പോൾ സൂസി നീ ഇവിടുന്ന് പോവുകയാണോ? അപ്പോൾ നിന്റെ പോക്കിമോൻ സാലോൺ എന്ത് ചെയ്യും? എനിക്കിനി പഠിക്കണമെങ്കിൽ എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. ബ്രോക്ക് അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ റൈവൽസ് ആണെന്ന് പറയും സൂസി. ബ്രോക്ക് അതിന് ഓക്കെ എന്ന് പറയും. അങ്ങനെ വോൾപിക്സ് ആണെങ്കിൽ ബ്രോക്കിൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ സൂസി പറയും എനിക്ക് വേണ്ടി നീ വോൾപിക്സിനെ നോക്കുമോ ഇനി മുതൽ? വോൾപിക്സിന് ഞാൻ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ നീയാണ്, അതുകൊണ്ട് തന്നെ വോൾപിക്സിനെ നീ നന്നായി തന്നെ ട്രെയിൻ ചെയ്യുന്നു എനിക്കറിയാം. ബ്രോക്ക് അങ്ങനെ കരയും, എന്താണ് പറയാനുണ്ട് എന്നറിയാതെ. ബ്രോക്കിൻ്റെ വഴിയിലൂടെ പോവുകയാണ് ഒരു നല്ല പോക്കിമോൻ ബ്രീഡർ ആവാൻ വേണ്ടി. ഒപ്പം വോൾപിക്സും. അങ്ങനെ സീസർ സ്ട്രീറ്റിനോടും സൂസിനോടും യാത്ര പറഞ്ഞ് അവർ പോവുകയാണ്. അവസാനം ടീം റോക്കറ്റിനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് കഴിയുന്നത്. ഇത്രയുള്ള വീഡിയോ ഡിസ്പ്ലേ ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ.